വെനസ്വേലയിൽ അമേരിക്ക പ്രസിഡന്റ് മഡൂറോയെ പിടികൂടി. ലിബിയയിൽ $US ഉപേക്ഷിച്ചതിന് ഗദ്ദാഫിയെ വധിച്ചു. വിയറ്റ്നാമിൽ അമേരിക്കയുടെ പിന്തുണയോടെ പ്രസിഡന്റ് ഡീമിനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും അട്ടിമറിക്കുകയും വധിക്കുകയും ചെയ്തു. ഇറാനിൽ എണ്ണ ദേശസാൽക്കരിച്ചതിന് മുഹമ്മദ് മൊസാദെഗിനെ പുറത്താക്കി. ഗ്വാട്ടിമാലയിൽ അമേരിക്കൻ ഫാമുകൾക്ക് നികുതി ചുമത്തിയതിന്റെ പേരിൽ പ്രസിഡന്റ് അർബൻസിനെ പുറത്താക്കി. കോങ്കോയിൽ യുറേനിയം ദേശസാൽക്കരിച്ചതിന് പ്രധാനമന്ത്രി ലുമുംബയെ ഇല്ലാതാക്കി. ക്യൂബയിൽ സോഷ്യലിസ്റ്റ് നയങ്ങളുടെ പേരിൽ ചെ ഗുവേരയെ പിടികൂടുകയും വധിക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ റഷ്യക്കാരോട് യുദ്ധം ചെയ്യാൻ അമേരിക്ക പ്രാദേശികരെ പരിശീലിപ്പിച്ചു. പിന്നീട് പ്രാദേശികർ തന്നെ ശത്രുക്കളായി മാറി. ചിലിയിൽ ചെമ്പ് ദേശസാൽക്കരിച്ചതിന് പ്രസിഡന്റ് സാൽവഡോറിനെ അട്ടിമറിച്ചു. ഘാനയിൽ പാശ്ചാത്യ ബാങ്കുകളുമായുള്ള ബന്ധം വിച്ഛേദിച്ചതിന് പ്രസിഡന്റ് ക്വാമയെ നാടുകടത്തി. ഗ്രനേഡയിൽ റഷ്യയുമായി സഖ്യമുണ്ടാക്കിയതിന് ജനറൽ ഹഡ്സനെ പിടികൂടി ജീവപര്യന്തം ശിക്ഷിച്ചു. അമേരിക്ക ശരിക്കും ഒരു നായകനാണോ അതോ ഏറ്റവും ശക്തനായ വില്ലനോ?